ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം അജ്ഞാനാന്ധതയാകെ അകറ്റും വിജ്ഞാന കതിർ വീശും വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം ശോഭിതനാക്കും കൃപയാലേതൊരു പാതകനെയും പവന ശോഭിതനാക്കും പാപനിവാരണ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം പാപനിവാരണ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം കുരിശിൻ വചനം സുവിശേഷം മംഗള ജയ ജയ സന്ദേശം കുരിശിൻ വചനം സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം ഉത്തമ സോദരരാക്കും നരഭോ
വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആകാശമേ, ഇതിങ്കൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോക എന്ന യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിന് മുൻപ് ഏതാണ്ട് 600 വർഷം മുമ്പ് ജീവിച്ചിരുന്നതായ പ്രവാചകനാണ്. ഇസ്രായേൽ ജനം, ദൈവജനം കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ച് അവർ 2 ജാതിയായിട്ട് തിരിഞ്ഞു, യഹൂദ ജാതി എന്നും ഇസ്രായേൽ ജാതി എന്നും. അതിൽ യഹൂദ ജാതി ദൈവത്തിൻ്റെ സ്വന്തം ജനം, സത്യദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നതായ വിശുദ്ധ ജനം അവരുടെ വഴികളിൽ നിന്ന് തെറ്റിപ്പോവുകയും പാപങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയും ദൈവത്തെ വിട്ടുമാറുകയും ചെയ്തതായ ഒരു കാലഘട്ടത്തിൽ വളരെ വേദനയോടെ ആ ദൈവജനത്തിൻ്റെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പല ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ വളരെ നിശിതമായ വാക്കുകളും വളരെ ഹൃദയത്തെ കൊള്ളുന്നതായ ശക്തിയേറിയ വാക്കുകളും നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവജനത്തിന് വന്നതായ അധപ്പതനവും മൂല്യച്യുതിയും അത് കണ്ട് വേദനിക്കുന്നതായ ദൈവത്തിൻ്റെ ഹൃദയവേദനയാണ് പ്രവാചകനിൽ കൂടി നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. യിരെമ്യാ പ്രവാചകൻ തന്നെയാണ് വിലാപങ്ങളുടെ പുസ്തകം എഴുതിയതും. അല്ലയോ പൊന്നു മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി എന്ന് പറഞ്ഞ് ദൈവജനത്തിൻ്റെ നഷ്ടപ്പെട്ടതായ വിശുദ്ധിയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പിതാവാം ദൈവത്തിൻ്റെ വേദനയോടെ എരിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ പ്രവാചക ശബ്ദം മുഴങ്ങുന്നതാണ് യിരെമ്യാ പ്രവാചകനിൽ കൂടി നമ്മൾ ഇപ്പോൾ കേട്ടതായ വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ജീവനീരവിൽ നിന്ന് കുടിച്ചിരുന്നതായ ദൈവജനം ഇപ്പോൾ ജീവനീരുള്ളതായ കിണറുകളെ അവർ ഉപേക്ഷിച്ചു. അതിന് പകരമായി അവർ ഇന്ന് ആശ്രയിക്കുന്നത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളിലാണ്. പഴയ നിയമ യഹൂദ ജനത്തോട് പറഞ്ഞതായ ഈ വാക്യം ഈ കാലഘട്ടത്തിലും പുതിയ നിയമ ഇസ്രായേലാകുന്ന എല്ലാ ദൈവജനത്തിനും ബാധകമായ കാര്യമാണ്. ഒരിക്കൽ ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന, ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിന്നതായ, വിശുദ്ധിയിൽ നിന്നതായ, ദൈവവുമായിട്ട് ബന്ധത്തിൽ നിന്നതായ, ദൈവവുമായുള്ള കൂട്ടായ്മയിലും ദൈവത്തിൻ്റെ വേലയിലും ദൈവസ്നേഹത്തിലും നിറഞ്ഞു നിന്നതായ ദൈവജനം കാലങ്ങൾ കഴിയുമ്പോൾ സഭകളും കൂട്ടങ്ങളും കൂട്ടായ്മകളും വ്യക്തികളായിട്ട് അതിൽ നിന്ന് മാറിപ്പോവുകയും കേവലം ഭക്തി പുറമെയുള്ളതായ ചില സമ്പ്രദായങ്ങളിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നതായ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യിരെമ്യാ പ്രവചനത്തിൻ്റെ തുടർഭാഗങ്ങൾ പലതും നമ്മൾ വായിക്കുമ്പോൾ ഇതിനോട് സമാനമായ അനുരണനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവജനത്തിന് വന്നതായ പുഴുക്കുത്ത്, വിശുദ്ധിയിൽ വന്നതായ വീഴ്ച, ആത്മാവിൽ വന്നതായ തളർച്ച, ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അന്നത്തെ ജനത്തിൻ്റെതായ അവസ്ഥ. എൻ്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല.
അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ദൈവജനമാണ്, സ്വന്തം ജനമാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനമെന്ന് യഹോവയെ ദൈവം പറഞ്ഞ ജനമാണ്. ഇന്ന് അവർ ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥരാണ്. പാപം ചെയ്യുവാൻ, ചതിവ് ചെയ്യുവാൻ, കളവ് ചെയ്യുവാൻ, സത്യമല്ലാത്തതിനോട് കൂട്ടുകൂടുവാൻ അവർ വളരെ സമർത്ഥന്മാരാണ്. 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ദൈവജനത്തെക്കുറിച്ച് ഇന്നത്തെ അവസ്ഥ അവിടെ യിരെമ്യാ പ്രവാചകൻ വീണ്ടും പറയുന്നുണ്ട്. 5:8 തീറ്റിത്തടിപ്പിച്ച കുതിരകളെ പോലെ അവർ മതിച്ച് നടക്കുന്നു. ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു. തിന്ന് മതിച്ച് മേളിച്ച് ഈ ലോകത്തിൻ്റെ ആമോദങ്ങളിൽ എൻജോയ് ചെയ്ത് അശുദ്ധിയിൽ രസിച്ച് നടക്കുന്നതായ ഒരു ജനമായി ദൈവജനം ഹതപ്പതിച്ചു പോയി. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇതെൻ്റെ അനുഭവമാണോ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്കുകളിൽ കൂടി എന്നോട് സംസാരിക്കുന്നത് നമുക്ക് വളരെ ഹൃദയംഗമമായി നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവം നമ്മളിൽ കൂടി ഈ വചനത്തിൽ കൂടി നമുക്കിന്ന് പുതിയ അനുഭവങ്ങൾ തരും. 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. 5:31 പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. ഇവിടെ ദൈവജനത്തെ നടത്തുവാൻ ആക്കിയിരിക്കുന്നതായ പ്രവാചകന്മാരുണ്ട്, സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്, ഉപദേശിമാരുണ്ട്, വചനം പറയുന്നവരുണ്ട്, സഭയുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നവർ നേതാക്കന്മാരുമായിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന എന്താണ്? പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എല്ലാവരും വ്യാജത്തിനും ഫോഷ്കിനും ഒരു കൈയായി കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് അധികാരസ്ഥരായി ഇന്ന് നിൽക്കുകയാണ്. ദൈവജനത്തെ നയിക്കേണ്ടവനാണ്, സത്യപാതയിൽ കൂടി കൊണ്ടുപോകുന്നവനാണ്. പിതാവായ ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തെ സത്യത്തിലും ആരാധിക്കുവാൻ പഠിപ്പിക്കേണ്ടതായ ഈ ജനം, പ്രവാചകന്മാർ, ലീഡേഴ്സ്, സ്പിരിച്വൽ ലീഡേഴ്സ്, കൂട്ടായ്മ നടത്തുന്നവര്, അവര് ഇന്ന് വ്യാജമായിട്ട് പ്രവചിക്കുന്നു. അവരുടെ വായിൽ കൂടി വരുന്നത് ദൈവത്തിൻ്റെ സത്യവചനമല്ല, പ്രവചനവാക്യങ്ങളല്ല. 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ദൈവജനത്തിൻ്റെ മുറിവ് വളരെ ആഴമുള്ളതാണ്. പാപത്തിൻ്റെ പരിക്കേറ്റ് വാസ്തവമായി അന്ന് ആ യെരുശലേമിൽ നിന്ന് ഇറങ്ങിപ്പോയതായ മനുഷ്യനെ പോലെ മുറിവേറ്റ് കിടക്കുന്നതായ മനുഷ്യർ, ആത്മാവിൽ സമാധാനമില്ലാത്തവർ, പരിക്കേറ്റ് കിടക്കുന്നവർ, അവർ ദേവാലയത്തിൽ വരുന്നു, കൂട്ടായ്മകളിൽ വരുന്നു, അവരോട് പറയുന്നു, അവരുടെ പരുക്ക് ആഴമേറിയ പരുക്കാണ്, പക്ഷെ അവരോട് പറയുന്നു സാരമില്ല, സാരമില്ല. സമാധാനമില്ലാതിരിക്കെ കുടുംബങ്ങളിൽ സമാധാനമില്ല, വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ല, ദാമ്പത്യ ജീവിതത്തിൽ ഒരുമയില്ല, അങ്ങനെയുള്ളതായ കൂടി വരുന്നതായ ജനം അവരോട് പറയുന്നു സാരമില്ല, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിന് ലഘുവായിട്ട് ചികിത്സിക്കുന്നു. സാരമില്ല, ചടങ്ങുകൾ ആചരിച്ചാൽ മതിയെന്ന് പറഞ്ഞ്, പലതും ചെയ്തു തീർത്താൽ മതിയെന്ന് പറഞ്ഞ് ലഘുവായ ചികിത്സ കൊണ്ട് ജനത്തെ ചികിത്സിക്കുന്നതായ ഇടയന്മാർ. പ്രിയമുള്ളവരെ, എന്തിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനിൽ കൂടി ഈ വളരെ ഘനമേറിയ ശബ്ദങ്ങൾ, വേദനയേറിയ ശബ്ദങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്നത്? അത് പിതാവാൻ ദൈവത്തിൻ്റെ വേദനയാണ്. സ്വന്തം ഛായയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, വിശുദ്ധിയിൽ നിന്ന് മാറിപ്പോയ മനുഷ്യൻ, ആത്മീയത്തിൽ നിന്ന് മാറിപ്പോയ മനുഷ്യനെ വീണ്ടും കൊണ്ടുവരുവാനായി ദൈവം വേദനിക്കുന്നതായ വേദനയാണ്. നമുക്കറിയാം, മാതാപിതാക്കളാണ് നമ്മൾ ഈ വചനം കേൾക്കുന്ന പലരും. നമ്മളുടെ ഓമനിച്ച് വളർത്തുന്നതായ കുട്ടിയെ, മകനെ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയ തുക ചെലവഴിച്ച് ഒരു സ്ഥലത്തേക്ക് പഠിക്കുവാനായിട്ട് പറഞ്ഞയക്കുന്നു. നമ്മുടെ മക്കളെ വലിയ ചിലവ് ചെയ്ത് വിദേശത്തേക്കോ സ്വദേശത്തേക്കോ വലിയ തുക ചിലവാക്കി അവരെ പഠിക്കുവാനായിട്ട് ഉന്നത പഠനത്തിനായി, ഉപരിപഠനത്തിനായി അയക്കുന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവൻ കൊടുത്ത കാശെല്ലാം ധൂർത്തടിച്ച് അവൻ എന്തിനാണ് അവിടെ പോയതെന്നോ ലക്ഷ്യബോധമില്ലാത്തവനായി, യാതൊന്നും പഠിക്കാത്തവനായി, സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി തെരുക്കളിലേക്ക് മാറി ജീവിക്കുന്നതായ ഒരവസ്ഥ കാണുന്ന ഒരു പിതാവിൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിക്കും. അപ്പോൾ ആ പിതാവ് അവനെ ശാസിക്കുന്നത് നിശ്ചിതമായ ഭാഷയിൽ സംസാരിച്ചെന്നിരിക്കും, പക്ഷേ അതവനോടുള്ള വൈരാഗ്യം കൊണ്ടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് അവനെ അങ്ങനെ കാണുവാനല്ല ആ പിതാവ് ആഗ്രഹിച്ചത്. അവനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനല്ല. അവൻ്റെ ആശയ്ക്കൊത്തവണ്ണം വളരാതെ അരുതാത്ത വഴികളിലേക്ക് നീങ്ങിപ്പോയതായ മകനെ നോക്കി
പിതാവ് അതിവേദനപ്പെടും. അതിവേദനയാണ് ആ വാക്കുകളിൽ ഒരുപക്ഷെ ശാസനമായിട്ടോ ശിക്ഷണമായിട്ടോ പിതാവിൽ നിന്ന് വരുന്നത്. അത് തന്നെയാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ ഇതേ കാര്യം പ്രവാചകന്റെ വാക്കുകളിൽ കൂടി നമുക്ക് ഇത്രയും നിശിതമായിട്ട് പല കാര്യങ്ങൾ ദൈവജനത്തെ ഓർപ്പിക്കുകയും നിങ്ങളുടെ അവസ്ഥ ഇത്ര ഭയാനകമാണെന്നും പാപത്തിലേക്ക് വഴുതിപ്പോയെന്നും ഇന്ന് നിങ്ങൾ ജീവനീരുറവായി എന്നെ വിട്ടുപോയിരിക്കുന്നെന്നും നിശിതമായ ഭാഷയിൽ പറയുന്നതായ യിരെമ്യാ പ്രവാചകൻ വീണ്ടും എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ദൈവശബ്ദം നമുക്ക് കേൾക്കാം. 31 അധ്യായം 20 വാക്യം. എഫ്രൈം എൻ്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ അവന് എൻ്റെ മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വിരോധമായും വളരെ നിശിതമായി സംസാരിക്കുമ്പോഴൊക്കെയും അവരെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അവരെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ഉരുകുന്നതായ സ്നേഹത്തോടെ, ഉരുകുന്നതായ ഹൃദയത്തോടെയാണ് നമുക്ക് വന്നിരിക്കുന്നതായ മൂല്യച്യുതിയും കുറവുകളും നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്, നമ്മുടെ അവസ്ഥ ഭയാനകമാണെന്ന് പറയുന്നത്, നിങ്ങൾ വളരെയധികം പിന്നോക്കം പോയിരിക്കുന്നുവെന്നും നിങ്ങൾ ജീവനീരുറവായി എന്നെ ഉപേക്ഷിച്ചു എന്നും പറയുന്നത് അതിവേദനയുടെ ശബ്ദം. ഒരു പിതാവ് തൻ്റെ മകനെക്കുറിച്ച് വളരെ വേദനയോടെ കരയുന്ന അതുപോലെ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് വിലപിക്കുന്നതായ, കരയുന്നതായ സ്നേഹത്തിൻ്റെ തേങ്ങലിൻ്റെ ശബ്ദമാണ് പ്രിയമുള്ളവരെ വേദപുസ്തകത്തിൽ ഉടനീളം നാം കാണുന്നത്. എന്താണ് ജീവനീരുറവായി എന്നെ അവർ ഉപേക്ഷിച്ചു? എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, അവർ ജീവനീരുറവായി എന്നെ അവർ ഉപേക്ഷിച്ചു. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിൻ്റെ 37-38 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഏതാണ് ഈ ജീവനീരുറവ്? എന്താണ് ഈ ആത്മാവിൻ്റെ അനുഭവം? വായിക്കാം 7:37-38. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ജീവനീരുറവായിട്ട് ഒഴുകുന്നതായ ജീവന്റെ അനുഭവം, ആത്മാവിൽ ജീവനുള്ളതായ അനുഭവം, ആത്മാവിൽ നിൽക്കുന്നതായ സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നതായ ആത്മാവിൽ ജീവനുള്ളതായ അവസ്ഥ, അതാണ് ജീവനീരുറവുമായുള്ള ബന്ധമുള്ളതായ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ദൈവജനം മാറിപ്പോയി. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, അവർ ജീവനീരുറവായ എന്നെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 5 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. മുന്തിരിവള്ളിയായ കർത്താവായ യേശുക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുന്ന ചില്ലികളാണ് നാം ഓരോരുത്തരും. സ്തോത്രം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കൊമ്പുകളായ നമ്മൾ തായ്തണ്ടായ ആ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ തായ്തണ്ടിൽ കൂടി ഒഴുക്കുന്നതായ ജീവനീരുറവിൻ്റെ ജീവരസം കൊമ്പുകളിലേക്ക് ഒഴുകുകയും അതേ അനുഭവവും അതേ സ്വഭാവവും കൊമ്പുകൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു, വളരെ ഫലം കായ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് വാസ്തവമായി ജീവന്റെ അനുഭവം. ജീവനീരുറവുമായുള്ള ബന്ധമുള്ള അനുഭവം അതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എന്നാൽ ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. ജീവനീരുറവിൽ നിന്ന് മാറിപ്പോകുന്നതാണ്, ജീവന്റെ അനുഭവത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. അഥവാ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതായ ബന്ധം വിച്ഛേദിച്ചു പോകുന്നതാണ് ജീവനീരുറവിൽ നിന്ന് മാറിപ്പോവുക, ജീവനീരുറവുമായുള്ള ബന്ധം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് യൂദായുടെ ലേഖനം 12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോട് കൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങളാണ്. പക്ഷേ രണ്ടൊരു ചത്തുപോയ വൃക്ഷങ്ങളാണ്. ഡബിൾ ഡഡ്. വേരുണ്ട്, പക്ഷേ വേര് ഉണങ്ങിപ്പോയ വേരാണ്. സ്തോത്രം. ഉണങ്ങിപ്പോയ ശിഖരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷമെന്ന് പറയാമെന്നല്ലാതെ ജീവനില്ലാത്ത രണ്ടൊരു ചത്തും പോയ വൃക്ഷങ്ങളായി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥ ഇതാണ്. ജീവനീരുറവുമായിട്ട് അവന് ബന്ധമില്ല. ഒരു ആത്മീയൻ എന്ന പേര്, പുറമേയുള്ളതായ ചില കാട്ടിക്കൂട്ടലുകൾ, രണ്ടൊരു ചത്തും വേറിട്ടും പോയ വൃക്ഷങ്ങളെ പോലെ ഒരു നോക്കുകുത്തികളായി നിൽക്കുന്ന ആത്മീയ ലോകത്തിലെ വ്യക്തികൾ. ഹല്ലേലൂയ. ഞാനാണോ പ്രിയമുള്ളവർ? നിങ്ങളാണോ? എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു.
ഒന്ന്, ജീവനിരോധമായി എന്നെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സർദീസ് സഭയോട് പറയുന്നതായ കാര്യത്തിൽ ഇത് തന്നെ വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ട് പറയുന്നുണ്ട്. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്. നിന്റെ പ്രവൃത്തി അറിയുന്നവനായ, എൻ്റെ ഓരോ രഹസ്യവും പരസ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്നവനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കിക്കൊണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നിന്റെ അവസ്ഥ നീ ഇന്ന് മരിച്ചവനാകുന്നു. വായിക്കാം ഒന്നും കൂടി. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയെ ഒരു മനുഷ്യനെന്ന് നമ്മൾ വിളിക്കുമോ? ഒരിക്കലും വിളിക്കുകയില്ല. അതിനെ ശവമെന്നേ നമ്മൾ പറയുകയുള്ളൂ. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. 2 ദോഷം ചെയ്തു. 1, ജീവനിരോധമായി എന്നെ അവർ ഉപേക്ഷിച്ചു. 2, യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ചു. 1, ജീവജലത്തിന്റെ നീറുറവായി എന്നെ അവർ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അവർക്ക് കിണർ വേണമെന്നേ ഉള്ളൂ, വെള്ളം വേണമെന്നില്ല. ഈ ജീവനീരറിവിന്റെ കിണറിന്റെ സ്ഥാനത്ത് ഇന്ന് കിണറുണ്ട്, പക്ഷെ പൊട്ടക്കിണറാണ്, വെള്ളമില്ലാത്ത കിണറുകളാണ്. എന്താണ് പ്രിയമുള്ളവരെ ഇതിൻ്റെ അർത്ഥം? ഈ ആനുകാലികമായ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ആത്മീയം വേണം, എല്ലാവർക്കും പുറമേയുള്ള ഭക്തി വേണം. അതിനുള്ള സമ്പ്രദായങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പള്ളികളുണ്ട്, കൂദാശകളുണ്ട്, തീർത്ഥയാത്രകളുണ്ട്, നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ഭക്തി എന്ന് പേരുള്ളതായ എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്. അവരവർ തൃപ്തരാണ്. എന്നാൽ ജീവനിരോധമുണ്ടോ? കിണറ്റിൽ വെള്ളമുണ്ടോ? ഇല്ല. വെറും പൊട്ടക്കിണറുകളെ കുഴിച്ചിട്ട് എനിക്കും കിണറുണ്ടോ എന്ന് ആശ്വസിച്ചിരിക്കുന്നതായ ഒരു മനുഷ്യനെ പോലെ ജീവനീരോറിനെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകളെ കുഴിച്ച് അത് വെറും ഷോയായിട്ട് കൊണ്ടു നടക്കുന്നതായ പുറമെയുള്ളതായ ഒരു ആത്മീയം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അപകടകരമായ ആത്മീയ സ്ഥിതിയാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. നമ്മളിങ്ങനെ വിചാരിക്കൂ, പൊട്ടക്കിണർ കുഴിച്ചിരിക്കുന്ന ആ വീടിൻ്റെ ഉമ്മറത്ത് അപ്പൻ മകനോട് ചോദിക്കുകയാണ്, ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കിണറാണ്. അപ്പോൾ അപ്പൻ പറയും, പണ്ട് കാലത്ത് ഇങ്ങനെയൊരു കിണറുണ്ടായിരുന്നു, ആ കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നു, അതുപോലെ ഞാനൊരു മോഡൽ കിണറാണ് കുഴിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് പിതാക്കന്മാർ കുഴിച്ചപ്പോൾ അതിനകത്ത് നിറയെ വെള്ളമുണ്ടായിരുന്നു. ഇന്ന് വെറും ഒരു മോഡൽ കിണർ മാത്രമാണ്. വെള്ളമില്ലാത്ത കിണർ പോലെ തോന്നിക്കുന്നതായ കിണറിൻ്റെ മാതൃകയിൽ ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡൽ ക്രിസ്ത്യാനിറ്റി. പ്രിയമുള്ളവരെ, ഇമിറ്റേറ്റിംഗ് ക്രിസ്ത്യാനിറ്റി. ജീവനരോടുണ്ടോ? ഇല്ല. ആത്മീയമുണ്ടോ? ഉണ്ട്. പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. പള്ളി പോകുന്നുണ്ടോ? ഉണ്ട്. ആത്മീയ രംഗമുണ്ടോ? ഉണ്ട്. കൂട്ടായ്മ യോഗമുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമില്ല, കിണറ്റിൽ വെള്ളമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശബ്ദം കേൾക്കുന്നവരുമേ, വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആത്മീയം ജീവനിരോധമായ പിതാവുമായുള്ള ബന്ധമുള്ള ആത്മീയമാണോ? നിങ്ങളുടെ കിണർ വെള്ളമുള്ള കിണറാണോ? പൊട്ടക്കിണറാണോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയോട് കർത്താവായ യേശുക്രിസ്തു നേരിട്ട് സംവാദം ചെയ്യുമ്പോൾ അവൾ പറയുന്നതായ ഒരു കാര്യമുണ്ട്. അവൾ പാപത്തിൽ ജീവിക്കുന്നവളാണ്. 5 ഭർത്താക്കന്മാർ അവർക്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. അത്രമാത്രം അശുദ്ധിയിൽ ജീവിച്ചതായ ആ സ്ത്രീയോട് കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ അവൾ ഇതുപോലെ പൊട്ടക്കിണറിൻ്റെ പിന്നാലെ പോയവളാണ്. അവൾ പറയുന്നത്, ഇത്രമാത്രം അശുദ്ധിയിൽ ജീവിച്ചവൾ, ഇത് പാപജീവിതത്തിൽ നയിക്കുന്ന അവൾ കർത്താവായ യേശുക്രിസ്തുവിനോട് വാദിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് യാക്കോബിന് കിണറുണ്ടായിരുന്നു, ഗെരിസീമേലയിലെ ആരാധനയുണ്ട്, ഇതെല്ലാം പറഞ്ഞ് പുറമേയുള്ള ആത്മീയത്തിൻ്റെ കഥ പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവുമായി വാദിക്കുന്നതായ ആ ശമരിയ സ്ത്രീയെ കർത്താവ് നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ജീവനിരോധമായ എന്നിൽ നിന്ന് കുടിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, പുറമേയുള്ളതായ ആത്മീയം പാപത്തോടുകൂടി ജീവിച്ചിട്ട് കർത്താവുമായി യേശുക്രിസ്തുവുമായി ബന്ധമില്ലാത്തതായ വെറും പൊട്ടക്കിണറായ ആത്മീയമല്ല നമുക്കാവശ്യം. നമുക്കാവശ്യം ജീവനീരുറവുള്ളതായ വെള്ളമുള്ളതായ കിണറുകളെയാണ് നമുക്കാവശ്യം. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. ഇസ്ഹാക്കിന്റെ കാര്യമാണ് പറയുന്നത്. അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. ശത്രു സൈന്യം വന്ന്
ആ ജീവനീറുണ്ടായി മേതാളിച്ച് വെള്ളമുണ്ടായിരുന്ന കിണർ അവരെല്ലാവരും നികത്തിക്കളഞ്ഞു. ഇന്ന് വെള്ളമില്ലാത്ത കിണറായിപ്പോയി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു കാലത്ത് വെള്ളമുണ്ടായിരുന്ന കിണറ്റിലേക്ക് പ്രിയമുള്ളവരെ പിശാചെപ്പോഴും കാത്തിരിക്കുന്ന കാര്യമാണ് കള വിതയ്ക്കുവാനായി. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ പറഞ്ഞു, അവർ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് ചെയ്തതാകുന്നു. കള വിതയ്ക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. നമ്മൾ ജാഗ്രതയില്ലാതിരിക്കുമ്പോൾ, ആത്മീയമായി തളർന്നിരിക്കുമ്പോൾ, ജാഗ്രതയില്ലായിരിക്കുമ്പോഴാണ് ശത്രു വന്ന് കള വിതയ്ക്കുന്നത്. അബ്രഹാമിന്റെ കാലത്ത് വെള്ളമുണ്ടായിരുന്ന ആ കിണർ ഫെലിസ്ത്യർ വന്ന് നികത്തിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എന്താണ് ചെയ്തത്? പഴയ കിണർ തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ ശത്രു വന്ന് നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. ആ കിണറുകളൊക്കെയും ശത്രു മൂടിക്കളഞ്ഞതായ കിണറുകളൊക്കെയും ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. സ്തോത്രം. ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത്, ദിസ് ഈസ് നോട്ട് ദ ടൈം ടു ക്ലെയിം ഓർ ബ്ലെയിം, ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു റീബിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇപ്പോൾ പഴയ കാലത്തെ കുറെ ക്ലെയിംസ് പറയേണ്ട സമയമല്ല. ജന്യസഭയിൽപ്പെട്ടവരാണ്, നീ പണ്ട് ആത്മീയമുണ്ടായിരുന്നു, പണ്ട് കൂട്ടായ്മ നല്ലതായിരുന്നു, ആത്മ നിറവുള്ളതായിരുന്നു. അങ്ങനെ കൂട്ടായ്മയെക്കുറിച്ചും സഭയെക്കുറിച്ചും നമ്മൾ ചേർന്ന് നിൽക്കുന്ന ആ ഓരോ രംഗത്തെക്കുറിച്ചും കുറെ ക്ലെയിംസ് പറയുകയല്ല. ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ടു ക്ലെയിം ഓർ ബ്ലെയിം. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. ഇന്നത്തെ നേതാക്കന്മാർ അങ്ങനെയല്ല. ഇന്ന് ഇതിലെല്ലാം പല തെറ്റുകൾ വന്നിയെന്ന് ബ്ലെയിം ചെയ്യാനുള്ള സമയമല്ല. ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു റീബിൽഡ്. ശത്രു നികത്തിക്കളഞ്ഞതായ മണ്ണിട്ട് നികത്തിക്കളഞ്ഞതായ കിണറുകളെ റീബിൽഡ് ചെയ്ത് ജീവനീരറിവുള്ളതായ കിണറുകളായി ജീവനീരറിവിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരിക, നഷ്ടപ്പെട്ട ആത്മീയത്തിലേക്ക് വളരുക, ദൈവമായുള്ള ബന്ധത്തിലേക്ക് വരിക. അതിനുള്ള റൈറ്റ് ടൈമാണ് ഇപ്പോൾ. ദിസ് ഈസ് നോട്ട് ദ ടൈം ടു ക്ലെയിം ഓർ ബ്ലെയിം, ബട്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു റീബിൽഡ്. പ്രിയമുള്ളവരെ, നമുക്ക് എഴുന്നേൽക്കാം, ഒരുമിച്ച് എഴുന്നേൽക്കാം. നമുക്ക് വീണുപോയ മതിലുകളെ നമുക്ക് പണിയാം, നഷ്ടപ്പെട്ടു പോയതായ കാലങ്ങളെ നമുക്ക് വീണ്ടെടുക്കാം. ശത്രു കുഴിച്ച് മണ്ണിട്ട് മൂടി നികത്തിക്കളഞ്ഞതായ ആ ആത്മീയത്തിൻ്റെ ആഴങ്ങളുള്ള ആത്മീയ അനുഭവങ്ങളിലേക്ക് നമുക്ക് കുഴിക്കാം, ഒരുമിച്ച് കുഴിക്കാം. പ്രിയമുള്ളവരെ, അതിൽ ജീവനീരുറവുണ്ട്. ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് നമുക്ക് ജീവനീരുറവിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യെശയ്യാ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. അതിമനോഹരമായ ഒരു വാക്യമാണ്. മണ്ണിട്ട് പോയ നികത്തിക്കളഞ്ഞായ കിണറുകളെ നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ, ആ മണ്ണ് മാറ്റിക്കഴിയുമ്പോൾ, വീണ്ടും കുഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവമാണെന്നാണ് യെശയ്യാ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. സ്തോത്രം. രക്ഷയുടെ ഉറവിൽ നിന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന്, രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾ വെള്ളം കോരും. ആത്മാവിന്റെ ജീവജല നദിയിൽ നീന്തി തുടിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. എങ്ങനെയാണ് നമുക്ക് ഈ അനുഭവം ലഭിക്കുന്നത്? സഖരിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടതായ ആത്മീയം, സോക്കോൾഡ് ആത്മീയത്തിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? ജീവനീരുറവ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നില്ല. ഇന്ന് പൊട്ടക്കിണറുകളാണ്. ഇതിൽ നമുക്ക് എങ്ങനെ ഈ ജീവന്റെ അനുഭവത്തിലേക്ക് തിരികെ വരാൻ സാധിക്കും? അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. സ്തോത്രം. ജീവനീരുറവ് തുറന്നിരിക്കും എന്ന് അന്നാളിൽ കർത്താവായ യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ മധ്യത്തിൽ തൂക്കപ്പെട്ടു. അവന്റെ തിരുവിലാവിലേക്ക് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ തുറന്നതായ തിരുവിലാവിൽ നിന്നെഴുതിയ ജീവനീരുറവിൽ നിന്ന് എപ്പോൾ നമ്മൾ കുടിക്കുന്നു, അന്ന് നമുക്ക് ജീവനീരുറവുമായിട്ട് ബന്ധമുണ്ട്. അതിമനോഹരമായ അനുഭവമാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇപ്പോഴുള്ള പൊട്ടക്കിണറുകളെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക, അതെല്ലാം നമ്മൾ കുഴിച്ചു മൂടുക. പുറമെയുള്ള ആത്മീയം നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക. എനിക്ക് ആകെ ആവശ്യം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവുമായി ബന്ധമാണ്. അത് ഞാൻ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. കാൽവറി ക്രൂസിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയതായ തിരുരക്തം എൻ്റെ തലമേൽ വീഴുമ്പോൾ, ആ നീരുറയിൽ നിന്ന് കുടിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പൊട്ടക്കിണറുകളെല്ലാം മാറി ജീവന്റെ അനുഭവത്തിലേക്ക്, ജീവനീരുറവിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. സ്തോത്രം. നമ്മൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ അനുഭവം തരുവാനാണ് നമ്മുടെ യഥാർത്ഥമായ ചിത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത്. നമുക്ക് തലകളെ വണക്കി കേട്ട വചനം സ്വീകരിച്ചുകൊണ്ട് ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പണം പറയാം. കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ ജീവിതം അറിയുന്നവനായ ദൈവമേ, ഞങ്ങൾ ആരെന്നറിയുന്ന ദൈവമേ, ഞങ്ങൾ ഇന്ന് കുറേ കൊണ്ട് കിടക്കുന്ന ഭക്തി ജീവനില്ലാത്ത ഭക്തിയാണ്. ഞങ്ങളുടെ കിണറുകളൊന്നും വെള്ളമില്ലാത്ത കിണറുകളാണ്. ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് ജീവനിറവായി കാൽവറി ക്രൂസിൽ
ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കുപൊട്ടി ഒഴിയതായ തിരുരക്തത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ആ രക്തത്തിൽ ഞങ്ങളെ കുടിപ്പിക്കണമേ. ജീവൻ ഞങ്ങൾക്ക് പകർന്നു തരണമേ. ജീവജല നദികൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെടുമാറാകണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.